വളരെയധികം സന്തോഷം നൽകിയ ഒരു ഫിഷിംഗ് ട്രിപ്പായിരുന്നു ഇന്ന്. രാവിലെ തന്നെ ഞാനും വിപിൻ സാറുമാണ് മീൻ പിടിക്കാൻ പോകുന്നത്. വൈകാതെ തന്നെ നമ്മൾ കടൽ തീരത്തെത്തി. ഒട്ടും തിരയില്ലാണ്ട് ഇത്രയും കാമായിട്ടുള്ള ഒരു കടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കമന്റ് ചെയ്യുക. ആദ്യത്തെ പരിപാടി മീനിന് ബ്രെഡ് കൊടുത്ത് വശീകരിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ആദ്യം കിട്ടിയ മീനാണ്. ഇതിനെ മാൽദ്വീപ്സിൽ കിർലിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മീന് വിപിൻ സാറിന് കിട്ടിയതാണ്. റാബുള എന്നാണ് ഈ മീനിന്റെ പേര്. അല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം വിപിൻ സാറിന്റെ ചൂണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മീൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വള്ളി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ നൂല് വിട്ടുകൊടുത്തും വലിച്ചും വിട്ടുകൊടുത്തൊക്കെയാണ് ഈ മീനിനെ കരയിൽ കയറ്റേണ്ടത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീനാണ്. ഈ മീനിനെ മാൽദ്വീപ്സിൽ വാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ എനിക്കും കിട്ടി ഒരു അടിപൊളി വാലിയെ. അത്യാവശ്യം വലിയ വാലിയാണിത്. ഉടനെ തന്നെ എനിക്ക് അടുത്ത മീൻ അടിച്ചു. ഈ മീനിനെ കരകയറ്റാൻ അത്യാവശ്യം ടൈം എടുത്തു. ഈ മീനിനെ മെക്നു എന്ന പേരിലാണ് മാൽദ്വീപ്സിൽ അറിയപ്പെടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇതിനെ പിടിക്കാൻ അല്പം പാടാണ്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇന്നത്തെ ഫിഷിംഗ് ട്രിപ്പ് വളരെ സന്തോഷകരമാണെന്ന്. അടുത്ത മീൻ വിപിൻ സാറിനാണ് കിട്ടിയത്. ഈ മീനിന്റെ പേര് ഒറി എന്നാണ്. കരയിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ ചൂണ്ട ഊരി തറയിൽ പോയായിരുന്നു. അത് വെള്ളത്തിൽ പോകാതിരിക്കാൻ വിപിൻ സാർ അതിനെ ചവിട്ടി പിടിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ മുള്ളു കൊണ്ടാൽ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ. അടുത്തത് വീണ്ടും ഒരു മെക്നു ആണ്. ഇത് വിപിൻ സാറാണ് പിടിച്ചത്. അതിനെ കൂടുതൽ ഓടാനോ സ്ട്രഗിൾ ചെയ്യാനോ സമ്മതിക്കാണ്ട് വിപിൻ സാർ ഉടനെ തന്നെ എടുത്ത് കരയിലിട്ടു. അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബോട്ടിൽ നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. വാലിയും മെക്നുവും ഒറിയും അങ്ങനെയെല്ലാം വെറൈറ്റി മീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒട്ടും സമയം കളയാതെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ വീട്ടിലെത്തി.